ഞാൻ ഈ പെട്ടെന്ന് പണിയൊക്കെ തീർക്കുന്നത് എനിക്കൊരിടം വരെ പോകാനാണ്. ഇന്ന് എനിക്കൊരു പാട്ടിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. വലിയ കാര്യമുള്ള കാര്യത്തിലൊന്നുമല്ല. ഇച്ചിരി കഴിവ് ദൈവം തരുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. അലമാരിയൊക്കെ തപ്പിപ്പുറക്കി ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഒരുങ്ങാൻ തുടങ്ങാം. എൻ്റെ അനീത് റോസ്മാൻ ഇവിടെ കൂടെ കൂട്ടുന്നുണ്ട്. ആബേലിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആബേലിൻ്റെ അമ്മ അവളായിരിക്കും. അവനെ കഴിപ്പിക്കുന്നതും ഒരുക്കുന്നതും ഉറക്കുന്നതൊക്കെ അവളായിരിക്കും. അവൻ്റെ തുണിയും കൂടെ അലമാരിൽ ഒന്ന് വൃത്തിക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്വൈരം തരത്തില്ല. ഇതൊന്നും ചേച്ചി ശ്രദ്ധിക്കുന്നില്ലെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് പിന്നെ ഒരു ചേച്ചി വൈബ് വരാനുണ്ട് കേട്ടോ. അവളെ വഴക്ക് പറയാനും പണിയെടുക്കാനൊക്കെ എനിക്കൊരു പ്രത്യേകിച്ച് രസം തോന്നാറുണ്ട്. നിനക്ക് അനീതിമാരുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഇന്ന് അവളുടെ മേക്കപ്പ് സാധനം ഇട്ടിട്ട് മേക്കപ്പ് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ട് ഒരു ക്രീം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഐബ്രോസ് വലുതായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാൻ. ചിലർ അതിന് നെഗറ്റീവ് പറയാറുണ്ട്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഐലൈനർ തേക്കുന്നുണ്ട്. അത് മുകളിൽ മാത്രം ചെറുതായിട്ട്, വലുതായിട്ട് എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ പറഞ്ഞു ലിപ്പ് ഒരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഡാർക്ക് ഷെയ്ഡ് ഇട്ട് നോക്കുക, അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടു. പിന്നെ അതിനെ കണ്ട മണ്ടയ്ക്കും കൂടെ ചെറുതായിട്ട് തേച്ച് കൊടുത്തു. അപ്പോഴത്തേക്ക് അവളിത് ആബേനെ ഒരുക്കി തന്നു. പിന്നെ അവൻ്റെ മുടിയും കൂടെ ഒന്ന് ചെയ്ത് സെറ്റാക്കി. ഞാൻ എൻ്റെ മുത്തിട്ടിട്ട് നൈസായിട്ട് എൻ്റെ മുടിയും കൂടി ഒന്ന് സെറ്റാക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ മലയും കൂടി ഇട്ട് കൊടുത്തേക്കാം. എൻ്റെ കുറച്ച് വലിയ നെക്കായതുകൊണ്ടേ. അപ്പോൾ ഞാൻ മലയും കൂടി ഇട്ട് കൊടുത്തു. ഒരു വാച്ചും കൂടെ കിട്ടി ഞാൻ റെഡിയായി. ഇതാണ് ഞാൻ പാടാൻ പോകുന്ന പാട്ട് കേട്ടോ. എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും ആ ചെയ്യുന്ന സമയത്തേ ചെയ്യത്തുള്ളൂ. ഒന്നും പ്രിപ്പയർഡ് ആയിട്ട് ചെയ്യത്തില്ല. നമ്മൾ എന്നാ കാര്യം ഉണ്ടെങ്കിലും പ്രിപ്പയർഡ് ആയിട്ട് പോയാൽ അതൊരിക്കലും ഫ്ലോപ്പ് ആവത്തില്ല. അപ്പോൾ ഇത് സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട്, പാടിയിട്ട് വരാം.